നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് ആവേശോജ്വലമായ സ്വീകരണം. ജാഥയെ സ്വീകരിച്ചത് 10,000. ശബരിമല വിഷയം CPM നിലപാട് മാറ്റുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി പറഞ്ഞപ്പോഴാണ് സ്ത്രീകളെ മലകയറ്റിയതെന്നും ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ. മതരാഷ്ട്രവാദത്തോട് യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയതായും UDF ജമാഅത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും കുളപ്പുള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. AICC ആണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നും KC. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നതെന്നും KC വേണുഗോപാൽ. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും AICC ജനറൽ സെക്രട്ടറി. പമ്പയിൽ നടന്ന അയ്യപ്പ സംഘവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങളെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും EN സുരേഷ് ബാബു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് CPIM സർക്കാരുമെന്നും എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. ശിവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുന്നത് നിരവധി പേർ. വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും ശിവരാത്രി ആഘോഷം. CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന LDF വികസന ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് വൻ സ്വീകരണം. ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നും 10,000-ലധികം ആളുകൾ പങ്കെടുത്തായി കണക്ക്. സമ്മേളനത്തിൽ K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P സന്തോഷ് കുമാർ MP, NCP വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസ് S സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ഗോപിനാഥ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. എന്നാൽ കുറച്ചുകൂടി പ്രയാസമായിട്ട് മാറിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഗവൺമെന്റ് നിരവധിയായ ചർച്ചകളിലൂടെ തീരുമാനിച്ചു, അവരുമായി ബന്ധപ്പെട്ട കരാറിന്റെ ഭാഗമായിട്ടുള്ള കുറെ പ്രണാമം നടത്താനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഇനി അങ്ങോട്ട് നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃഷിക്കാരന് കൃത്യമായി സംഭരിക്കുന്ന നെല്ലിന്റെ വില കൃത്യമായിട്ട് നൽകാൻ കഴിയുന്ന തരത്തിൽ സഹകരണ മേഖലയെ അടിസ്ഥാനപ്പെടുത്തി പുനഃസംവിധാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ജാഥ ഞങ്ങളുടെ എത്തിയിരിക്കുന്നത്. അത് കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട. ശബരിമല വിഷയം CPM നിലപാട് മാറ്റുമോ എന്ന ചോദ്യത്തിന് മാറാത്തായി ഒന്നുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി പറഞ്ഞപ്പോഴാണ് സ്ത്രീകളെ മല കയറ്റിയതെന്നും ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മതരാഷ്ട്രവാദത്തോട് യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയതായും UDF ജമാഅത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും ഷൊർണൂർ കുളപ്പുള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PK ശശി വിഷയത്തിൽ പാർട്ടിയുമായി പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്നും ശശിയല്ല ആരു പോയാലും CPMന് പ്രശ്നമില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല. ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ റിപ്പോർട്ട് വന്നിട്ടില്ല. പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നും തികച്ചും തെറ്റായ അപാകത നിറഞ്ഞ റിപ്പോർട്ടാണിതെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ഗവൺമെന്റല്ലേ അത് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയാം. അതിന് മുമ്പ് ഞാനെങ്ങനെയാ ആ കാര്യം ഇവിടെ പറയാം? ദേവസ്വം ബോർഡിനെ പരിശോധിക്കാൻ പോകുന്ന രീതിയിലുള്ള ബോർഡ് റിപ്പോർട്ട് അവരുടെ മുമ്പിൽ വന്നില്ല. അവർക്ക് ഇതൊന്നും സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട് 3 കോടിയോളം രൂപ അവർ കിട്ടിയിട്ടില്ലാതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശരിയായ റിപ്പോർട്ടല്ല, പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റി പ്രതികരിക്കും. മതരാഷ്ട്രവാദത്തോട് യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്ത കൃത്യമായ മുന്നറിയിപ്പാണ് UDFന് നൽകിയിരിക്കുന്നത്. VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിക്കുമുള്ള മുന്നറിയിപ്പാണിത്. UDF ജമാഅത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് UDF ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, വേറൊരു ഭാഗത്ത് BJP. രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് വലിയ സതീശനാണ്. അപ്പോൾ പോലീസിന്റെ പഴയ കാലം അതിന്റെ പുതിയ രൂപമാണ് കേരള കോൺഗ്രസ്, BJP, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ കോർഡിനേറ്ററാണ് യഥാർത്ഥത്തിൽ VD സതീശൻ. ന്യൂസ് സെന്റർ ഷൊർണൂർ.
മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി KC വേണുഗോപാൽ AICC സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയെന്നും KC പറഞ്ഞു. ദൈവത്തിൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ വൻ തിരിച്ചടിയാണ് സർക്കാരിനുണ്ടായതെന്നും KC കൂട്ടിച്ചേർത്തു. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിൽ മത്സരിച്ചവരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് AICC കേരളത്തിൽ നിന്നും കൊടുക്കുന്ന പട്ടിക നോക്കിയാണ് സ്ഥാനാർത്ഥി നടത്തുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ സംഗമം KM മഹലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇപ്പോൾ UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ വസ്തുക്കൾ തന്നെ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ട് കഴിഞ്ഞു. കാർഷിക മേഖലയിലും ഇടതുപക്ഷ സർക്കാർ കനത്ത തിരിച്ചടിയാണ് നൽകിയത്. കർഷകർ കൃഷി പോലും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇടതുപക്ഷം സംജാതമാക്കിയിരിക്കുന്നത്. സംഭരിച്ച നെല്ലിന് പോലും അർഹമായ വില ലഭിക്കുന്നില്ല. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ കർഷകരുടെ താൽപ്പര്യം സംരക്ഷിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷി ചെയ്യുന്നത് തന്നെ കുറ്റകരമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവും കേരളവും ഒക്കെ ഭരണമുണ്ടായാലും അടിസ്ഥാനപരമായി നമ്മുടെ ഗ്രാമത്തെ ബാധിക്കുന്ന, നഗരങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൗലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നടത്തുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ തന്നെയാണ്. അപ്പൊ ആ ബോഡികളിൽ ഒന്നിനും സ്ഥാനമില്ലാതെ പോയാൽ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമുക്ക് നിലനിൽക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ അതൊരു സെമി ഫൈനൽ ആയിരുന്നു എന്നുള്ളത് പറയാറുണ്ട്. ഫുട്ബോൾ മത്സരത്തിലൊക്കെ കാണുന്നത് സെമി ഫൈനൽ. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ 10 വർഷക്കാലത്തോളമുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തോട് ഏറ്റവും കൂടുതൽ അമർഷമുള്ള ജനവിഭാഗം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും വിജയിപ്പിക്കാൻ രംഗത്ത് വന്നു. അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് മുന്നേറ്റമുണ്ടായി. ചില ജില്ലകളിൽ അത് ഒരു വൺ സൈഡഡ് വിക്ടറി ആയിട്ട് നമുക്ക് മലപ്പുറത്തൊന്നും എതിരാളികളില്ല. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ അതുപോലെ തന്നെയാണ്. അപ്പൊ മറ്റു ജില്ലകളിലും നല്ല നന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിട്ട് മാറി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം സീറ്റുകളിലേക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുന്നവർ ആയിരിക്കണം ജനപ്രതിനിധികളെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, KPCC വൈസ് പ്രസിഡന്റുമാരായ VT ബൽറാം, രമ്യ ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, സെക്രട്ടറിമാരായ P ബാലഗോപാൽ, PV രാജേഷ്, P ഹരിഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പമ്പയിൽ അയ്യപ്പ സംഘവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്ന കുപ്രചരണങ്ങളാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുന്നതായെന്നും സുരേഷ് ബാബു പറഞ്ഞു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യമാണ് സർക്കാരിനും CPMനുമെന്നും, എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിലൂടെയാണ് അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ചതെന്നും മുൻ പ്രസിഡന്റ് പ്രശാന്ത് കണക്ക് സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് രാജ്യത്തെ എല്ലാ മേഖലയിലും ഒന്നാമതാവുന്ന തരത്തിലാണ് കേരളത്തിൻ്റെ വികസനം നടന്നത്. മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ 1 രൂപ പോലും തരാതിരുന്നിട്ടും അവിടെ ടൗൺഷിപ്പ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള കള്ളപ്രചരണം, അതുപോലെ CPMനെ ഒറ്റുതിരിഞ്ഞ് ആക്രമിക്കാനുള്ള കണ്ണൂരിലെ ധനരാജ് രക്തസാക്ഷിയുടെ ഫണ്ട് വിവാദം, ഇത്തരം കാര്യങ്ങളല്ല ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണക്ക്
അതിലാകെ വലിയ വെട്ടിപ്പാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല. ഇതെല്ലാം ഇപ്പോൾ നിലവിൽ ആ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത് തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ 5 നയാ പൈസ പോലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടി വന്നില്ല. 3 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത്. ആ 3 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് 5 നയാ പൈസ എടുക്കേണ്ടി വന്നില്ല എന്നുള്ളത് കണക്ക് നിരത്തിക്കൊണ്ട് തന്നെ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം പോലും ഒരു ദുരന്ത കാലഘട്ടങ്ങളിൽ പോലും തരില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും നാം കണ്ടത്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും 1 രൂപയുടെ സഹായം രാജ്യത്തെ ഗവൺമെൻറ് BJP ഗവൺമെൻറ് തരാതിരുന്നിട്ടും LDF ആ ദുരന്തത്തിന് ശേഷം പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെയെല്ലാം രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തെ നേരിടാൻ പാകത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അതിനെയെല്ലാം മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 3ാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് പാർട്ടിയും സർക്കാരും പ്രവർത്തിക്കുന്നത്. CPM സർക്കാരും വികസനം ഉയർത്തിക്കാണിച്ചാണ് ജനങ്ങളിലെത്തുന്നത്. എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ BJP നയം തന്നെയാണ് UDFും സ്വീകരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ വിജയത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കി കഴിഞ്ഞുവെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ഭാരതൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് 3 ദിവസങ്ങളിലായി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന സംസ്ഥാനതല ബുൾബുൾ ഉത്സവത്തിന് കൊടിയിറങ്ങി. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. 42 വിദ്യാഭ്യാസ ജില്ലകളിൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ല 1ാം സ്ഥാനം കരസ്ഥമാക്കി. 42 വിദ്യാഭ്യാസ ജില്ലകളിൽ തിരൂർ വിദ്യാഭ്യാസ ജില്ല 1ാം സ്ഥാനവും ആതിഥേയരായ പാലക്കാട് വിദ്യാഭ്യാസ ജില്ല 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മാനേജർ ബാലസുബ്രഹ്മണ്യൻ, ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ ലതിക VK, ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ രാജേഷ് C സുധീഷ് കുമാർ, ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ രാജേഷ് C സുധീഷ് കുമാർ ASO എന്നിവരെ ആദരിച്ചു. കൺവീനർമാരായ ബാബുരാജ്, ഷീല ജോസഫ്, ഗീത R എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയ ശ്രീലാൽ ആലമ്പിള്ളിക്ക് കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയാണ് ശ്രീലാൽ. ചടങ്ങിൽ മുതിർന്ന 25 പൗരന്മാരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആദരണ ചടങ്ങ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. ഇന്ന് മഹാശിവരാത്രി ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ഉന്നതങ്ങൾ കീഴടക്കിയ ശ്രീ ആലമ്പിള്ളി തിരുമേനി, ശ്രീലാൽ ആലമ്പിള്ളി തിരുമേനിയെ ആദരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഇന്ന് നമുക്കുണ്ട്. അതിജീവനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈമുതലായി ശ്രീ ആലമ്പിള്ളി തിരുമേനി കൈവരിച്ച ഈ വിജയം നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. ക്ഷേത്ര പ്രവർത്തനങ്ങളാണ് ഉപജീവന മാർഗവും മറ്റ് മാർഗങ്ങളുമായി നടക്കുന്ന ശ്രീലാൽ എന്ന തിരുമേനി നമ്മുടെ ഇന്ന് ഉയരങ്ങൾ കീഴടക്കി നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. അത് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മങ്കര പഞ്ചായത്ത് 7ാം വാർഡിലെ കോട്ട മേഖലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് കോൺഗ്രസ്. മങ്കര കോട്ട കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടുപാടുകൾ സംഭവിച്ചതോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇത് ഏറ്റെടുക്കുകയും ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് ചന്ദ്രേട്ടൻ എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിന് 10 വർഷക്കാലമായിട്ട് യാതൊരു മെയിൻ്റനൻസ് പണിയോ യാതൊന്നും ചെയ്യാതെ തന്നെ ഇവർ അതിനെ ഒരു നോക്കുകുത്തിയായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. മുൻ മങ്കര പഞ്ചായത്ത് അംഗം ഉണ്ണി കോട്ട സമരം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സുരാജ് അധ്യക്ഷത വഹിച്ചു. കുട്ടൻ,
ഉഷാകുമാരി, കാവ്യ, ഗീത, രമണി എന്നിവർ സംസാരിച്ചു. അനീഷ് കോട്ട സ്വാഗതവും ജാനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നുവരുന്നു. ക്ഷേത്രം തന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മിത്വത്തിലാണ് ചടങ്ങുകൾ. ഇത് കൈപ്പയിൽ മഹാദേവ ക്ഷേത്രം, 108 ശിവാലയങ്ങളിലൊന്നായ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ നിന്ന് ശിവരാത്രി ആഘോഷം ആരംഭിക്കുകയാണ്. ഇപ്പോൾ രാവിലെ നിത്യപൂജകളൊക്കെ കഴിഞ്ഞു, നിർമ്മാല്യ ദർശനം അതെല്ലാം കഴിഞ്ഞു. ഇനി അഖണ്ഡ നാമജപം തുടങ്ങുകയാണ്. അതിനുശേഷം സഹസ്ര കലശാഭിഷേകം. അഖണ്ഡ നാമജപം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ സഹസ്ര കലശാഭിഷേകം 8 മണിക്ക് തുടങ്ങും. തന്ത്രി പനാവൂർ ബ്രഹ്മശ്രീ പനാവൂർ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കും. അതിന് ശ്രീഭൂതബലി, പ്രസാദൂട്ട്. അതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് ഗണേശോത്സവ സമിതി ഒരുക്കുന്ന ദീപം തെളിയിക്കൽ, പിന്നെ കേളി. അതിനുശേഷം 7 മണിക്ക് ദർശന പ്രദീപ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. പിന്നെ അതിനുശേഷം പഞ്ചാക്ഷര സമിതി അവതരിപ്പിക്കുന്ന ഭജന. പിന്നെ 9:30 മുതൽ രാത്രി 9 മുതൽ യാമപൂജ. രാത്രി 12 മണിയോടുകൂടി ശ്രീഭൂതബലിയോടുകൂടി ഈ ആഘോഷങ്ങളുടെ പരിസമാപ്തി. വാടാനാംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷ പൂജകൾ നടന്നു. ക്ഷേത്രത്തിൽ അഖണ്ഡനാമജപം തുടരുന്നു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തി. വാടാനാംകുറിശി ശ്രീ ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ പൂജകളും അഖണ്ഡനാമജപവും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് ആവേശോജ്വലമായ സ്വീകരണം. ജാഥയെ സ്വീകരിച്ചത് 10,000. ശബരിമല വിഷയം CPM നിലപാട് മാറ്റുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി പറഞ്ഞപ്പോഴാണ് സ്ത്രീകളെ മലകയറ്റിയതെന്നും ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ. മതരാഷ്ട്രവാദത്തോട് യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയതായും UDF ജമാഅത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും കുളപ്പുള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. AICC ആണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നും KC. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന്റെ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നതെന്നും KC വേണുഗോപാൽ. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും AICC ജനറൽ സെക്രട്ടറി. പമ്പയിൽ നടന്ന അയ്യപ്പ സംഘവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങളെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും EN സുരേഷ് ബാബു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് CPIM സർക്കാരുമെന്നും എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. ശിവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുന്നത് നിരവധി പേർ. വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും ശിവരാത്രി ആഘോഷം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.